ഇനി കേട്ടോളൂ, ഒരു കുപ്പിച്ചില്ല് കഥ പറയുന്നത്. മർക്കസിലെ ഒരു ഗുണ്ടാ പ്രവർത്തനം മോഡൽ ഒരാള് വലിയ അഭിമാനം പറയുന്നതുണ്ട്, കേട്ടോളൂ. അറിയട്ടെ സഹാബിമാരുടെ സംസ്കാരം. നാട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്, നാട്ടിൽ പല നിരപരാധികളും തമ്മിൽ തല്ലുന്നത് എങ്ങനെയാണെന്ന്, പലപ്പോഴും ശാന്തമായ ഒരു ഗ്രാമത്തിൽ ഇരുവിഭാഗങ്ങളിൽ ഒരു തെറ്റും ഇല്ലെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ തമ്മിലടിച്ച് ചോര ചിന്തുന്നത് എങ്ങനെയാണെന്ന്, അതിനൊക്കെ പലപ്പോഴും കാരണക്കാരനാകുന്നത് ആരൊക്കെയാണെന്ന് സമൂഹമെന്നറിയട്ടെ. കേൾപ്പിക്കൂ ആ സംസ്കാരവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ, 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വെറുപാന്നാ. വെറുതെ പറയുന്നല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500-ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉള്ളൂ. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വെളുപ്പാന്നാ വിചാരിച്ചത്. എന്തോ പോലെ 10 ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടായിരുന്നു. 10 കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചു. എനിക്ക് ആദിക്കണ ധാരണ, നമ്മളിപ്പോ രാത്രി ഇറങ്ങിയെടുക്കുമ്പോൾ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരിയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരിന്റെ പിന്നാലെ 10 ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാല് തടിയൊപ്പുണ്ടായി. അങ്ങനെ പാല് തടിയൊപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന്, സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോൾ അവിടെ ഒരു കൂട്ടർ കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു, അവിടെ കോളേജിന്റെ അടുത്ത് ഇന്നലെ കെട്ടിയ കൊടി മുഴുവൻ വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ് വലിച്ചു. കണ്ടില്ലപ്പങ്ങള് മൂപ്പര് ചെയ്തൊരു കാര്യം, വലിയ ഒരു പുണ്യകർമ്മം ചെയ്തത് വിളിച്ചു പറയാ. എന്ത്? 1 മണിക്ക് രാത്രി ഇറങ്ങുന്ന അരിഷ്ടക്കുപ്പി ഉണ്ടായിരുന്നു. 1 മണിക്ക് അരിയിൽ എന്താ അരിഷ്ടക്കുപ്പിയാണ് എനിക്കറിഞ്ഞൂടാ. എന്തായാലും അരിഷ്ടക്കുപ്പി അരി തിരികിയിട്ട് മൂപ്പര് നടന്നതാണ്. ഇങ്ങനെ നടക്കുമ്പോ മൂപ്പര് 50 എണ്ണം, മൂപ്പർക്ക് വളരെ കൃത്യാട്ടോ. ആ രാത്രി ആയിട്ട് പോലും 50 തെറ്റിയിട്ടില്ല, വളരെ കറക്റ്റാണോ. 50 ആള് ഒന്നിച്ചിട്ട് മുജാഹിദൊന്നല്ല കേട്ടോ, അപ്പുറത്തെ വിഭാഗ ഈക്കക്കാരെ പറ്റി കൈകാര്യം ചെയ്തതായി പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് മൂപ്പരാണ് തിരിഞ്ഞു നിന്നിട്ട് ഈ കുപ്പിയുടെ ഒറ്റ ഏറ സാധുക്കൾ വിചാരിച്ചത് ആസിറ്റ് ബൾബാനാണ്, ചെറിയ പൊട്ടിയും അത് പാഞ്ഞൊരു പാച്ചില്. എന്നിട്ട് ഈ വിദ്വാൻ എന്താ ചെയ്തത്? അതാപകർ. അതാണ് ഈ സമൂഹം മനസ്സിലാക്കേണ്ടത്. രാത്രിയുടെ മറവിൽ സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ഈ കാഹാലിക വർഗം എന്താ ഇയാൾ ചെയ്തത്? അപ്പുറത്തെ മൂപ്പര് പിന്നെ മുന്നോട്ടാണ് പോയോക്കുമ്പോണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടിയിട്ടുണ്ട് അതിലേക്ക്. അവരോട് പറഞ്ഞ്, നിങ്ങൾ ആ കോളേജിന്റെ അവിടെ കെട്ടിയ സർവ്വ കൊടിയുടെ ഒരു കൂട്ടർ വലിച്ചു ചെയ്യുന്നതിന് വേഗം പോയിക്കോളിയും. ഈ ആൾക്കാർ ഇത് കേട്ട് തെറ്റിദ്ധരിച്ച് കാരണം തലീകെട്ടുള്ള മൂലയിലെ ഈ പാതിര 1 മണിക്ക് ആ അരിഷ്ടക്കുപ്പിയുള്ളതൊന്നും പേർക്കറിയില്ലല്ലോ. ഓടി പിന്നാലെ ഓടിച്ച് നോക്കുമ്പോൾ ഈ പറയപ്പെട്ട ആളുകളെ നിരത്തിയാണ് അടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സാധുക്കൾ എന്ത് പഴിച്ചു. ഈ കൊടികെട്ടുന്ന സാധുക്കൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് രാത്രിയുടെ ഇരുളിന്റെ മറവിൽ പരസ്പരം സമൂഹത്തിലെ ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര ചിന്തിക്കുന്ന ഈ കട്ടാള സംസ്കാരമാണോ സഖാഫി സംസ്കാരം? നാണക്കേടാണ് കേട്ടോ. ഈ രാജ്യത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നില്ലേ? ഇത്ര വൃത്തികെട്ട സംസ്കാരം, തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന ആ നിലക്കുള്ള ഒരു സ്വഭാവം, ഈ സംസ്കാരം, ഇതൊക്കെയാണോ നിങ്ങളുടെ സംസ്കാരം?